കോഴിക്കോട് നഗരത്തിൽ ജലവിതരണ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുമ്പോൾ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിക്കുന്നത് വൻ തുകയാണ്. 9 വർഷത്തിനിടെ 20,339 ഇടങ്ങളിൽ പൊട്ടലുണ്ടായെന്നും അറ്റകുറ്റപ്പണിക്കായി 16,75 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുമാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. മുതൽ 2025 വരെയുള്ള കാലയളവിൽ ജല അതോറിറ്റിയുടെ കോഴിക്കോട് ഡിസ്ട്രിബ്യൂഷൻ സബ് ഡിവിഷന് കീഴിൽ മാത്രം 20,339 ഇടത്താണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടലുകൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം എത്രയെന്ന് ജല അതോറിറ്റി കണക്കാക്കിയിട്ടില്ല എന്നാണ് മറുപടി. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി വൻതുക ചെലവഴിക്കുന്നുണ്ട്. 16,75,57,586 രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പൈപ്പ് പൊട്ടുന്നതിലൂടെ പൊതുമരാമത്ത് വകുപ്പിനും വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായ പൈപ്പ് പൊട്ടൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ചിട്ടും ഈ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്താത്തതെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കണം. കുടിവെള്ള പൈപ്പ് പൊട്ടൽ അടിക്കടി ഉണ്ടായിട്ടും ഇത് പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കാത്തതും അതേപോലെ തന്നെ ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം കണക്കിലാക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണം. ഇക്കാലയളവിൽ 5 ജലമോഷണ കേസുകളും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കേസുകളിൽ എത്ര പിഴ ചുമത്തിയെന്ന് വ്യക്തമാക്കുന്നില്ല. പൈപ്പ് പൊട്ടുന്നത് തടയാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് ജല അതോറിറ്റി അവകാശപ്പെടുമ്പോഴും പൈപ്പ് പൊട്ടുന്നതിന് കുറവൊന്നുമില്ല. അതുവഴി വൻതുക ചിലവഴിക്കുന്നുമുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.